ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന LPG പ്രതിസന്ധി മറികടക്കാൻ നിർണായകമായ ഒരു നീക്കത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ്. നിലവിലുള്ള 14.2 കിലോ സിലിണ്ടറുകൾക്ക് പകരം 10 കിലോ ഗ്യാസ് നിറച്ച സിലിണ്ടറുകൾ വിതരണം ചെയ്യാനാണ് എണ്ണ കമ്പനികളും സർക്കാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ സംഘർഷത്തെ തുടർന്ന് വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും അതുപോലെ ഇറക്കുമതിയിലെ കുറവുമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് അധികൃതരെ പ്രേരിപ്പിക്കുന്നത്. പരിമിതമായ സ്റ്റോക്ക് ഉപയോഗിച്ച് കൂടുതൽ കുടുംബങ്ങളിലേക്ക് പാചകവാതകം എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. എന്താണ് ഈ പദ്ധതി എന്ന് നോക്കാം. നിലവിലുള്ള 14.2 കിലോയുടെ അതേ സിലിണ്ടറിൽ തന്നെയായിരിക്കും 10 കിലോ ഗ്യാസ് നിറയ്ക്കുക. ഈ സിലിണ്ടറുകളിൽ 10 കിലോ എന്ന് വ്യക്തമാക്കുന്ന സ്റ്റിക്കറുകൾ പതിപ്പിക്കും. ഗ്യാസിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് സിലിണ്ടറിൻ്റെ വിലയിലും ആനുപാതികമായ കുറവ് വരുത്തും. അതുപോലെ സാധാരണയായി ഒരു 14.2 കിലോഗ്രാം സിലിണ്ടർ ഒരു ശരാശരി കുടുംബത്തിന് 35 മുതൽ 40 ദിവസം വരെ ലഭിക്കാറുണ്ട്. പുതിയ 10 കിലോ സിലിണ്ടർ ഏതാണ്ട് ഒരു മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിലൂടെ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കാനും കൂടുതൽ ആളുകൾക്ക് വേഗത്തിൽ സിലിണ്ടറുകൾ ലഭ്യമാക്കാനും സാധിക്കും. എന്നാൽ ബോട്ട്ലിംഗ് പ്ലാന്റുകളിൽ ഇതിനായി പുതിയ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതും സർക്കാരിൻ്റെയും റെഗുലേറ്ററി അതോറിറ്റികളുടെയും അനുമതി ലഭിക്കേണ്ടതുമുണ്ട്. ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന പ്രതിഷേധവും രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളും പരിഗണിച്ചാകും അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം പൊതുവിതരണം തടസ്സപ്പെട്ടതോടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറുകൾ വ്യാപകമായി കരിഞ്ചന്തയിൽ എത്തിയിട്ടുണ്ട്. വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ കരിഞ്ചന്ത കച്ചവടവും തകൃതിയായി നടക്കുന്നു. 14 കിലോ തൂക്കം വരുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 922 രൂപയാണ് തിരുവനന്തപുരത്തെ വില. ഇത് കരിഞ്ചന്തയിൽ 2000-ന് മുകളിൽ നൽകണം. 1911 രൂപ വില വരുന്ന 19 കിലോ പാചകവാതക സിലിണ്ടർ കിട്ടാനേയില്ല. ഇത് കരിഞ്ചന്തയിൽ കിട്ടണമെങ്കിൽ 3500-4000 രൂപ വരെയാണ് വാങ്ങുന്നത്. 10 പാചകവാതക സിലിണ്ടറുകൾ വേണമെങ്കിൽ 3500 രൂപ 35,000 രൂപ അഡ്വാൻസായി നൽകണം. 10 ദിവസത്തിനുള്ളിൽ മാത്രമേ ഡെലിവറി ഉണ്ടാവുകയുമുള്ളൂ. പരിശോധനയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കടുപ്പിക്കാനിൽ ആളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ തകൃതമായി നടക്കുന്നുണ്ട്. അതേസമയം പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ കൂടുതൽ ഹോട്ടലുകൾ അടച്ചു. പെരുന്നാൾ ആഘോഷത്തിനായി കഴിഞ്ഞ ദിവസം അടച്ച ഹോട്ടലുകളിൽ പലതും തുറന്നിട്ടുമില്ല. പാചകവാതക ക്ഷാമത്തിന് പിന്നാലെ പാം ഓയിലിനും വില കൂടിയതും ഹോട്ടലുകൾക്ക് തിരിച്ചടിയാണ്. ഇതോടെ പൊറോട്ടയ്ക്ക് 3 രൂപ വരെ വില കൂട്ടിയിട്ടുണ്ട്. ചായക്ക് 20 രൂപയാണ് പലയിടത്തും ഈടാക്കുന്നത്. ബിരിയാണിക്കും കറികൾക്കും നേരത്തെ തന്നെ വില വർദ്ധിച്ചിരുന്നു. LPG പ്രതിസന്ധി മറികടക്കാൻ ആവശ്യമെങ്കിൽ വിലവർധന നടപ്പാക്കാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനലിൽ ചുട്ടെടുക്കുന്ന അൽഫാം പോലുള്ള വിഭവങ്ങളാണ് ഹോട്ടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്.